ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ നിന്നാണ് ചില ഭാഗങ്ങൾ നാം ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. റോമർ 7-ാം അധ്യായം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ അനുഭവത്തിൻ്റെ സത്യസന്ധമായ ഒരാവിഷ്കരണമാണ്. ഒരു വിശ്വാസി അതിനകത്ത് രണ്ടു വിധ മനുഷ്യ ദർശനങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ദ്വിമുഖ മനുഷ്യ ദർശനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ കാണുന്ന രണ്ട് വിധത്തിലുള്ളതായ വൈരുദ്ധ്യ സ്വഭാവങ്ങൾ വളരെ പ്രകടമാണ്. റോമർ 7 ഒരു മനുഷ്യനിൽ തന്നെ കാണുന്ന രണ്ട് വിധ പ്രകൃതികൾ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ രണ്ട് മുഖങ്ങൾ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ തന്നെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ആന്തരികമായ സംഘടനം, ഒരു ആന്തരികമായ വടംവലി. പൗലോസ് അത് വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലും എഫേസ്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലും ഒരു വ്യക്തിയിൽ തന്നെ രണ്ട് ആളത്വങ്ങളുണ്ട്. പൗലോസ് പറയുന്നത് അകമേയുള്ള മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ എന്നാണ്. 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും, നാം കാണുന്നതായ ഈ പുറമേയുള്ളതായ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അകത്തൊരു മറ്റൊരു മനുഷ്യൻ, രണ്ട് മനുഷ്യൻ എന്നാ പറയുന്നത്. മനുഷ്യൻ ഒന്ന് തന്നെയാണ്. ഒരു പുറമേയുള്ള മനുഷ്യനും അകമേയുള്ളതായ മനുഷ്യനും. എഫേസിലെ ദൈവമക്കൾക്ക് വേണ്ടി ധന്യനായിരിക്കുന്ന പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രാർത്ഥന എന്താണ്? 3:16 വായിക്കാം. എഫേസ്യർ 3:16. അവൻ തന്റെ ബഹുത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ദൈവത്തിന് സ്തോത്രം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. സ്വാഭാവികമായ ആഹാരം കഴിച്ച് പുറമേയുള്ളതായ മനുഷ്യൻ പുഷ്ടി പ്രാപിച്ച് വണ്ണം വെച്ച് വളരുന്നത് പോലെ അല്ല, അകത്തൊരു മനുഷ്യനുണ്ട്. ആ ആന്തരിക മനുഷ്യൻ്റെ ശക്തീകരണത്തിന് വേണ്ടിയിട്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അകമയുള്ള മനുഷ്യനും പുറമേയുള്ളതായ മനുഷ്യൻ ഒരു ബാഹ്യ മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ഈ ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും തമ്മിൽ ഒരു സംഘടന നടക്കുന്നുണ്ട്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ചിന്തകൻ ഇപ്രകാരം അവതരിപ്പിക്കുകയുണ്ടായി. ഒരു മനുഷ്യനിൽ തന്നെ ഒരു കറുത്ത പട്ടിയും വെളുത്ത പട്ടിയും കുടികൊള്ളുന്നുണ്ട്. കറുത്ത പട്ടി, വെളുത്ത പട്ടി തികച്ചും വൈരുദ്ധ്യമാണ്. അത് തമ്മിൽ എന്നും പോരാട്ടമാണ്. പട്ടികൾ തമ്മിൽ കുരയ്ക്കുകയും ആക്രോശിക്കുകയും കടിച്ചു പറിക്കുകയും ചെയ്യുന്ന പോലെ അവ തമ്മിൽ വൈരുദ്ധ്യമാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അതിൽ ആര് ജയിക്കും? വിച്ച് ഐ ഫീഡ് മോസ്റ്റ്? കൂടുതൽ ഏതിന് ഭക്ഷണം കൊടുക്കുന്നോ? പുറമേയുള്ള മനുഷ്യനാണെങ്കിൽ അത് വണ്ണം വെച്ച് പുഷ്ടി പ്രാപിച്ച് വളർന്നു വരും. അകമയുള്ള മനുഷ്യനാണ്, ആന്തരിക മനുഷ്യന് ജീവിത വിശുദ്ധിക്കാണ് ആത്മാവിൽ പ്രാർത്ഥിച്ച് ശക്തി പകരുന്നെങ്കിൽ അത് വളർന്നു വരും. ഏത് പട്ടിക്കാണ് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നത് അത് വളർന്നു വരും. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, അകത്തൊരു മനുഷ്യനുണ്ട്. ഒരു വൈരുദ്ധ്യ സ്വഭാവം നമ്മളിലുണ്ട്. അത് പ്രത്യേകിച്ചും പ്രകടമാകുന്നത് എപ്പോഴാണ്? മാനസാന്തരപ്പെടുമ്പോഴാണ്. ഒഴുക്കിനെ ഒത്തവണ്ണം നാം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ പോരാട്ടമൊന്നുമില്ല. കള്ളു കുടിക്കാൻ വിളിക്കുമ്പോൾ ആ കൂടെ പോകും. ലൈംഗികമായ പാപത്തിന് വിളിക്കുമ്പോൾ അതിനോട് ചേർന്ന് പോകും. ഏത് ചീട്ട് കളിക്കാനോ വൃത്തികെട്ടതായ പ്രവർത്തനത്തിനോ വിളിക്കുമ്പോൾ കൂട്ടുകാരുടെ ഇഷ്ടപ്രകാരം, ഇംഗിതപ്രകാരം നമ്മളെ തന്നെ വിട്ടുകൊടുക്കും. സിനിമ കാണാൻ എല്ലാവരും ആവശ്യപ്പെടുന്ന സമയത്ത് അവരുടെ കൂടെ സിനിമാ തിയേറ്ററിൽ പോകും.
ബ്ലൂ ഫിലിം കാണണമോ, ഏത് വിധത്തിലുള്ളതായ പാപത്തിനും എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ഒരു പോരാട്ടവുമില്ല. ഒഴുക്കിനൊത്തവണ്ണമുള്ള ഒഴുക്കാണ്. എന്നാൽ ദൈവമക്കളെ ജീവിതത്തിൽ വളരെ വ്യക്തമായ നിർണായകമായ വചനം കേട്ട് തീരുമാനമെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഐ വിൽ കീപ്പ് അവേ ഫ്രം എവറിത്തിങ് ദാറ്റ് ലുക്സ് ലൈക്ക് സിൻ. പാപമെന്ന് തോന്നുന്ന പാപത്തിൽ പരിശീലിക്കാതെ ഇതുവരെ നടന്നായ തെറ്റായ വഴിയിലൂടെ മുന്നോട്ട് പോകാതെ പാപവഴികളോട് യാത്ര പറഞ്ഞ് ദൈവോന്മുഖമായി ജീവിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ച് യേശുവിനെ നോക്കി യാത്ര പുറപ്പെടുന്ന സമയത്ത് ശക്തിയേറിയതായ ഒരു പോരാട്ടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം ശത്രു പിന്നാലെ വരികയാണ്. മരണത്തിൻ്റെ അന്ത്യവിനായിക വരെയും ശത്രു എന്നെ തട്ടിക്കൊണ്ടുപോകാൻ സകല കഴിവ് ഉപയോഗിച്ച് പരിശ്രമിക്കും. എന്നാൽ ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചിരിക്കുന്ന ദൈവത്തെയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, 3:14, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. വായിക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. എനിക്ക് ഒരു വിളി ലഭിച്ചു. ഇനി എനിക്ക് പ്രാപിക്കാനൊരു വിരുദുണ്ട്. വിരുദ്. ദൈവത്തിന് സ്തോത്രം. ആ വിരുദ് അത് വാടാത്ത കിരീടമാണ്. അത് പ്രാപിക്കുവാൻ വേണ്ടി എൻ്റെ പിന്നിലുള്ളതായ പാപത്തിൻ്റെ വഴികളോട്, എൻ്റെ ആത്മീയമായ പൊത്തോരുത്തമായ പരീശ തുല്യമായ ജീവിതത്തോട്, ആത്മീയത്തിൻ്റെ കണിക പോലും ഇല്ലാതെ പള്ളിഭക്തി നടിച്ചു നടന്നായ എൻ്റെ പാരമ്പര്യ ക്രിസ്ത്യാനിത്വത്തോട് യാത്ര പറഞ്ഞ് സത്യത്തിലും ആത്മാവിലും കാൽവറിയിൽ കർത്താവായി യേശുക്രിസ്തു അർപ്പിച്ചതായ യാഗബലിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ ഒരു വലിയ ആന്തരികമായ പോരാട്ടമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. പക്ഷേ ഞാൻ പിൻപിലുള്ളത് മറന്നു. മുൻപിലുള്ള ലാക്കിലേക്ക് ആശ വെച്ച് ഞാൻ ഗമിക്കുകയാണ്, മുന്നേറുകയാണ്. അപ്പോൾ വലിയതായ ഒരു പോരാട്ടമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളത് മനസ്സിലാക്കണം. ആത്മീയ ജീവിതം ഒരു ആന്തരിക ആത്മീയമായ തീർത്ഥയാത്രയാണ്, ഒരാത്മീയ തീർത്ഥയാത്ര. എതിരെയാണ് തീർത്ഥയാത്ര. ദൈവത്തിന് സ്തോത്രം. അത് ദൈവമക്കളെ, അത് വലിയ കോളുകളൊക്കെയുള്ളതായ സമുദ്രത്തിൽ കൂടിയാണ്. ഏതെങ്കിലും വിധത്തിൽ മുന്നേറി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സകല കഴിവും സമാഹരിച്ചുകൊണ്ട് ആ തീർത്ഥയാത്രക്കാരൻ ശക്തിയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഈശാനമൂലൻ വന്ന് എതിർക്കുകയാണ്, തടുക്കുകയാണ്. ഓളങ്ങളും തിരമാലകളും വന്ന് ആഞ്ഞടിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സമുദ്രത്തിൽ കൂടിയാണ് നമ്മുടെ യാത്ര. ദൈവമക്കളെ, വലിയ പോരാട്ടം ആവശ്യമാണ്. ഇട്ടുകളയരുത്. നമുക്ക് ജയിക്കണ്ടേ. ജയമൊരിക്കലും ദാനമല്ല, അത് നമ്മൾ വെട്ടിപ്പിടിക്കണം. ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. അതുകൊണ്ട് ദൈവം മക്കളെ, നമുക്ക് ശരീരം വേണ്ട, ജഡത്തിൻ്റെ യാതൊരു ആവശ്യങ്ങളും പൂർത്തീകരിക്കേണ്ട. ദൈവത്തിന് അതുകൊണ്ട് പട്ടിണി കിടന്ന് ശരീരത്തെ ഒട്ടും സൂക്ഷിക്കാതെ അങ്ങനെയുള്ളതായ ഒരു ജീവിതമല്ല ആഗ്രഹിക്കുന്നത്. ഒരു സന്തുലിതമായ ഒരു ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അധിവസിക്കാനായിട്ട് ഒരു ശരീരം വേണം. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഈ ദൈവത്തിന് സ്തോത്രം. ഈ ക്ഷയിച്ചു പോകുന്ന ശരീരത്തിൽ, ദ്രവിച്ചു പോകുന്ന ഈ ശരീരത്തിൽ, മാറ്റമുള്ളതായ ഈ ശരീരത്തിൽ മാറ്റമില്ലാത്ത നിത്യമായിരിക്കുന്ന ഒന്നിനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കട്ടെ, പക്ഷേ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കണം. നമ്മൾ എന്താണ് ചിന്തിക്കാൻ തുടങ്ങിയത്? ഒരു വ്യക്തിയിൽ റോമർ 7-ാം അധ്യായത്തിൽ കാണുന്ന വൈരുദ്ധ്യമായിരിക്കുന്ന സ്വഭാവങ്ങൾ, രണ്ട് വിധ പ്രകൃതികൾ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ഒരു മനുഷ്യനിൽ തന്നെ കാണുന്ന രണ്ട് വിധ മുഖങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാമാണ്? ഒന്നാമത്തെ കാര്യം വായിച്ച്. ഒന്നാമത്തെ കാര്യം 7-ാം അധ്യായത്തിൻ്റെ റോമർ 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയിൽ തന്നെ രണ്ട് ആളത്വങ്ങൾ. ഏതെല്ലാമാണ്?
ഒന്ന് ജഡീകൻ, രണ്ട് ആത്മീയൻ. ജഡീകൻ വെറും പ്രാകൃത മനുഷ്യനല്ല, ദൈവമില്ലാത്തവനല്ല, ലോകത്തിൻ്റെ സുഖഭോഗത്തിൻ്റെ പിന്നാലെ ഇഷ്ടം പോലെ വിട്ടുകൊടുത്ത് അഴിഞ്ഞാടി നടക്കുന്നവനല്ല. ജഡീകൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കാം, വീണ്ടും ജനിച്ചവനായിരിക്കാം, മാനസാന്തരപ്പെട്ടവനാകാം. എങ്കിലും ജഡം പലപ്പോഴും ശക്തിയോടെ തലപൊക്കി നിൽക്കുകയാണ്. പലപ്പോഴും ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്നതായ പാപസ്വഭാവത്തോട് പോരാടി ജയിച്ചു നിൽക്കാൻ തക്കവണ്ണമുള്ളതായ ഒരാത്മാവിൻ്റെ വീര്യം നമുക്കില്ല. പലപ്പോഴും പരാജയപ്പെടുന്നു ജഡീകൻ. അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ, ദൈവോന്മുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ പോരാട്ടം തുടങ്ങി. പക്ഷേ ജയിച്ചു മുന്നേറാനായിട്ട് വലിയ സംഘടനമാണ്. എന്നാൽ ആത്മീയനാരോട് തികഞ്ഞ ആത്മീയനാരാണ്? ആത്മീയനോ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ്, ജഡീകനോ ജഡത്തിൻ്റെ ഇച്ഛ അനുസരിച്ച് നടക്കുന്നവനാണ്. ആത്മീയൻ ആത്മാവിനാൽ സമ്പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ ജയാളികളായിരിക്കുന്ന മക്കൾ എപ്പോഴും ആത്മാവിനാൽ സമ്പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ട് ആത്മാവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് വിട്ടുകൊടുത്തവരാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനാൽ അപ്രരോധ്യമായി മുന്നേറുന്നവരാണ്. എനിക്ക് സ്വന്തമായിരിക്കുന്ന ചില താല്പര്യങ്ങൾ കാണാം, ജഡത്തിൻ്റെ ഇച്ഛകൾ കാണാം, പക്ഷെ ഞാൻ അതിന് വിട്ടുകൊടുക്കാതെ ഞാൻ എന്തു ചെയ്യും? പൗലോസ് പറയുന്ന പോലെ, ഐ ആം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ബൈ ദി ഹോളി സ്പിരിറ്റ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അതിനത് പറയുന്നുണ്ട്. ദൈവമക്കളെ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ അജയ്യമായിരിക്കുന്ന ശക്തി എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. നമ്മളെല്ലാവരും കൊതിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തരും വ്യക്തമായി നിങ്ങളെ തന്നെ ശോധന ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിൽ തന്നെ രണ്ട് പ്രകൃതികളുണ്ട്. ഓരോ മനുഷ്യനിലും, തത്വചിന്തകന്മാർ പറയുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്, ഓരോ മനുഷ്യനിലും ഒരു തെമ്മാടിയുമുണ്ട്, ഒരു നല്ല മനുഷ്യനുമുണ്ട്. ഒരു തെമ്മാടിയുമുണ്ട്, ഒരു നല്ല മനുഷ്യനുമുണ്ട്. ജഡീക പ്രകൃതിയുമുണ്ട്, ആത്മീയമായിരിക്കുന്ന പ്രകൃതിയുമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവിടെയാണ് പൗലോസ് പറയും, ആത്മാവിനാൽ നടത്തപ്പെടുന്നവനാണ് ദൈവമക്കൾ. 8-ാം അധ്യായം എടുത്ത്, റോമർ തന്നെ 8-ാം അധ്യായത്തിൻ്റെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, 12 മുതലായിരിക്കുന്ന വാക്യങ്ങൾ, 8-12 മുതൽ, 8-ാം അധ്യായം 12 മുതലായിരിക്കുന്ന വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, വായിച്ചോ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം. ജഡത്തെ മാത്രം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിൽ മരിക്കും നിശ്ചയം. ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ജഡത്തിൻ്റെ ഇച്ഛകളും പ്രലോഭനങ്ങളും പ്രേരണകളും സുഖങ്ങളും രസങ്ങളും എല്ലാം കയറി വരും, നമ്മളെ മാടി വിളിക്കും. ഏദൻ പർദീസയിൽ ദൈവത്തിൻ്റെ സർവ്വ നന്മകളും അനുഭവിച്ച് ജീവിച്ചതായ മനുഷ്യനെ പരീക്ഷിക്കാനായിട്ട് സാത്താൻ കടന്നു വന്നു. അവൻ്റെ കയ്യിലുണ്ട ഒരു മധുരഫലം, കാണുവാൻ ഭംഗിയുള്ളതാണ്, തിന്മാൻ രുചിയുള്ളതാണ്, കാക്ഷിക്കാൻ കൊള്ളാവുന്നതാണ്. നാം ഓരോരുത്തരും ജീവിക്കുന്നവർ ഏദൻ പർദീസയിലാണ്. നമ്മുടെ ചുറ്റും ചതിക്കുഴികളുണ്ട്, മോഹന സുന്ദര വാഗ്ദാനങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാർ, സൗന്ദര്യമുണ്ട്, പണമുണ്ട്, മദ്യമുണ്ട്, ലോകത്തിൽ സുഖവും രസവും സന്തോഷവും തരുന്നതായിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നാലെ നമ്മെ തന്നെ സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുത്താൽ മരിക്കും നിശ്ചയം. ദൈവത്തിന് സ്തോത്രം. താഴത്തേക്ക് വായിച്ചേ. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ. അതാണ് വേണ്ടത്. ഹല്ലേലൂയ. ആത്മാവിനാൽ, ദൈവത്തിന് സ്തോത്രം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അത് തലപൊക്കാനായിട്ട് ഒരിക്കലും ഇടവരരുത്. ആ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന, ഭരിക്കപ്പെടുന്ന, കർത്തൃത്വം ചെയ്യപ്പെടുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എപ്പോഴും നാം ഒന്ന് മനസ്സിലാക്കണം. ഇൻ ദി സെയിം പേഴ്സൺ, in one and the same person, there is both spirit and flesh. ഇത് രണ്ടുമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാനിന്ന് ഈ സമയത്ത് തിരുവചനം ഘോഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി പോരുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് പോരുന്നത്. എനിക്കിത് പറയാൻ ആവശ്യമായിരിക്കുന്ന എനർജി വേണം, ശക്തി വേണം, അതിന് പോഷകാഹാരം ആവശ്യമാണ്. എന്നാൽ ദൈവമക്കളെ, ഞാൻ ഈ വചനം ഘോഷിക്കുവാൻ
അത് ജഡത്തിൻ്റെ ശബ്ദത്തിലല്ല, എൻ്റെ അറിവിൻ്റെ ആഴമല്ല നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ശക്തി വരണമേ, നാവിൽ കുരിശടയാളം ഇട്ട് തരണമേ, പരിശുദ്ധാത്മാവിൻ്റെ രക്തം പുരണ്ടതായിരിക്കുന്ന വചനം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുമല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മളിൽ ഒരു ആത്മീയനുണ്ട്, ഒരു ജഡീകനുണ്ട്. ഒരിക്കലും ജഡീകൻ തലപൊക്കി ഭരിക്കാനിടവരരുത്. എൻ്റെ ജീവിതം സമ്പൂർണ്ണമായി പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെട്ടതായിരിക്കണം. രണ്ട് മുഖങ്ങൾ ദൈവത്തിന്, ഒന്ന് ആത്മീകൻ, രണ്ട് ജഡീകൻ. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയും, ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഗലാത്യർക്ക് ലേഖനത്തിൽ ഈ പൗലോസ്ലീഹ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 5-ാം അധ്യായം 16-17 വാക്യം വായിച്ച്. ഗലാത്യർ 5-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. വായിച്ചു. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അത് മാത്രമേ മാർഗമുള്ളൂ ദൈവമക്കളെ. ജഡത്തിൻ്റെ പ്രവൃത്തികൾക്കും വികാരങ്ങൾക്കും ഇച്ഛകൾക്കും വിധേയപ്പെട്ടു പോകാതെ ഇരിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തിയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. റൂൾഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. ഞാൻ ഇന്നും പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. ഐ ആം യെറ്റ് ടു ബി എ സ്പിരിച്വൽ മാൻ. ഞാൻ വേണ്ടവണ്ണം ഇതുവരെയും ഒരു ആത്മീയനായിട്ടില്ലല്ലോ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ജഡം പലപ്പോഴും തലപൊക്കുന്നുണ്ടല്ലോ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ശക്തിയും വീര്യവും എനിക്ക് തരണമേ. കാൽവറിയിൽ കത്തിയതായ സ്നേഹത്തിൻ്റെ തീ ആത്മാവായി എന്നിലേക്കൊന്ന് കത്തി പടരണമേ. ജഡീക പ്രകൃതികളെല്ലാം കത്തി ചാമ്പലാകണമേ. ദൈവം ഒരു കരിക്കട്ട തീ പിടിക്കുന്ന പോലെ ആത്മാവിൽ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു ദൈവീകമായ ശക്തി എന്നിൽ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അഗ്നിനാവുള്ളനാക്കി അടിയനെ തീർക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഒന്നാമത്തെ രണ്ട് സ്വഭാവം ഏതാണ്? വൈരുദ്ധ്യമുള്ളതായ രണ്ട് പ്രകൃതികൾ ഏതാണ്? ഒന്ന് ജഡീകൻ, മറ്റത് ആത്മീയൻ, ഒരു വ്യക്തിയിൽ തന്നെ. രണ്ടാമത്തെ കാര്യം എന്താണ്? 7-ാം അധ്യായം 18 മുതൽ 22 വരെ വാക്യങ്ങൾ വായിക്കാം. 7-ാം അധ്യായം 18 മുതൽ 22 വരെ വാക്യങ്ങൾ. എന്നിൽ എന്ന് വച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഞാൻ എന്നുള്ളതായ പദം അവിടെ ആവർത്തിച്ച് പൗലോസ്ലീഹ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. നന്മ ചെയ്യുവാനുള്ളതായ ആഗ്രഹം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അടുത്ത വാക്യം. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. എന്താണ് അവിടെ രണ്ട് വിധ സ്വഭാവങ്ങൾ, വൈരുദ്ധ്യ സ്വഭാവങ്ങൾ പൗലോസ് എടുത്തു പറയുന്നത്? രണ്ട് വിധ ജ്ഞാനുകൾ, ടു ഈഗോസ്, ഡിവൈഡഡ് സെൽഫ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആത്മ വൈരുദ്ധ്യം. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം? നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഞാൻ, എന്നാൽ തിന്മ ചെയ്തു പോകുന്ന ഒരു ഞാൻ. ഒരു വേദനയുടെ ശബ്ദമല്ലേ അവിടെ കേൾക്കുന്നത്? ദൈവത്തിൻ്റെ മഹത്വം. ഉള്ളം കൊണ്ട് എനിക്ക് ഒരാഗ്രഹമുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, ചീത്തപ്പേരൊന്നും കേൾപ്പിക്കാതെ, ദൈവത്തെ ദുഃഖിപ്പിക്കാതെ, മറ്റുള്ളവർക്ക് സമാധാനം പകർന്നു കൊടുത്തുകൊണ്ട് ഒരു വിജയജീവിതം നയിക്കണമെന്ന് എൻ്റെ ഉള്ളത്തിലെ ആഗ്രഹമുണ്ട്. ഞാൻ നാവെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇൻ മൈ പ്രാക്ടിക്കൽ ലൈഫ്, പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ, കൂട്ടുകാരുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ, കളിക്കുമ്പോൾ, ഭാര്യയുമായിട്ട് ഇടപെടുമ്പോൾ, ലൗകികവും പണസംബന്ധമായ കാര്യങ്ങൾ വ്യാപൃതരാകുമ്പോൾ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ പലപ്പോഴും കടന്നു വരികയാണ്. ഈ ഒരു വൈരുദ്ധ്യമില്ലാത്ത ഒരു വ്യക്തിയും കാണുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ ഈ രണ്ട് പ്രകൃതങ്ങൾ കുടികൊള്ളുന്നുണ്ട്. ദൈവമക്കൾ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവമായിരിക്കും. രണ്ട് പ്രകൃതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ രണ്ട് പദങ്ങൾ നിങ്ങൾ കണ്ടോ? നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് ഐ വിൽ. എൻ്റെ വിൽ എന്ന് പറയുന്നത്, എൻ്റെ ഉള്ളത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നന്മ ചെയ്യുന്നതാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഞാൻ ചെയ്യുന്നു വിച്ച് ഐ ഹേറ്റ്. ഒന്ന് ഞാൻ ഇച്ഛിക്കുന്നത്, ഒന്ന് ഞാൻ വെറുക്കുന്നത്. ഇതിൻ്റെ മധ്യത്തിലാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മദ്യം കഴിക്കുന്ന ഓരോ വ്യക്തിയും പണം ചോർന്നു പോകുമ്പോൾ, കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകരുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ പഠിക്കാൻ സാധ്യമല്ലാത്ത ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷം
ഈ മദ്യപാനിയായിരിക്കുന്ന വ്യക്തി കടന്നു വരുമ്പോൾ സൃഷ്ടിക്കുന്നത് കണ്ടുകൊണ്ടുള്ള വേദന, ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു, എന്തിനാ കുടിച്ച് ഞാനിങ്ങനെ നശിക്കുന്നത്? ഞാൻ കടം വാങ്ങിച്ച് എന്തിനാണ് ഇങ്ങനെ കുടിച്ച് എൻ്റെ ശരീരത്തെയും കുടുംബത്തെയും തകർക്കുന്നത്? അത് വേണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷേ ദൈവമക്കളെ, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇനി കുടിക്കരുതെന്നുണ്ട്. പക്ഷെ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും ഏതോ ഒരു ശക്തി എന്നെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ, ദൈവത്തിന് സ്തോത്രം, വിച്ച് ഐ ഹേറ്റ്, ഞാൻ വെറുക്കുന്നതിലേക്കാണ്. ദൈവപൈതലിൽ തലപൊക്കി വരുന്നതായ ഒരു ഭാവമുണ്ട്, ഒരു സ്വന്തം പ്രകൃതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനെന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിൻ്റെ ശബ്ദമല്ലേ അത്? എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം, എൻ്റെ കാര്യപരിപാടി, ഞാൻ തീരുമാനിക്കുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് തെറ്റാണത്. ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ പറയും, നിങ്ങൾ എല്ലാ ദിവസവും ഗെത്സമനിയിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് മുട്ടുമടക്കണം. എന്തിനാണ് കർത്താവ് മുട്ടുമടക്കിയത്? ദൈവത്തിന് സ്തോത്രം, ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാൻ. എനിക്ക് വലിയ ഇഷ്ടമുള്ളതായൊരു കാഴ്ചയാണത്. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അങ്ങനെയാണ്. കർത്താവായ യേശുക്രിസ്തു ഇരിക്കുന്നതിൻ്റെ പിറകിൽ ആ കാലിൽ പിടിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ തന്നിഷ്ടമെല്ലാം താഴെ വെച്ച് പൊന്നിഷ്ടത്തിന് എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രകൃതിയ എൻ്റെ ജീവിതത്തിലുള്ളതായ ഇഷ്ടം പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതല്ല. എങ്കിലും കർത്താവേ, നിൻ്റെ ഇഷ്ടം മാത്രം എന്നിൽ നടക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു സത്യം നിങ്ങളോട് അനുഭവിച്ചുകൊണ്ട് ഈ വാർദ്ധക്യത്തിലും പറയട്ടെ, ഗോഡ്സ് വിൽ ഈസ് ദി ബെസ്റ്റ്, ദി വൈസസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് ലവിങ് തിങ് ഇൻ വൺസ് ലൈഫ്. ഹല്ലേലൂയ. ദൈവ ഇഷ്ടപ്രകാരം മാത്രം നയിക്കപ്പെടുന്നൊരു ജീവിതം, ദൈവിഷ്ടത്താൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്നൊരു ജീവിതം, ദൈവിഷ്ടത്താൽ മാത്രം ഭരിക്കപ്പെടുന്ന ഒരു ജീവിതം, ജീവിതത്തിൻ്റെ ചുക്കാൻ ദൈവത്തിന്. ഞാൻ തുറന്ന് എൻ്റെ കർത്താവിനോട് ഉള്ളം തൊട്ട് പറയാറുണ്ട്, ദൈവത്തിന് സ്തോത്രം, ഞാൻ എൻ്റെ ജീവിത നൗക ഓടിച്ചാൽ, ഞാൻ എൻ്റെ ഈ ജീവിത വാഹനം ഓടിച്ചാൽ തെറ്റുപറ്റും കർത്താവേ. വല്ലയിടത്തൊക്കെ ചെന്ന് ഇടിക്കും, അവിടെ ഇവിടെയൊക്കെ മറിഞ്ഞു ചാടും. ദൈവത്തിന് ഇതിൻ്റെ ഡ്രൈവർ സ്ഥാനത്തേക്ക് എൻ്റെ കർത്താവായ യേശുക്രിസ്തു കടന്നു വന്ന് തെറ്റുപറ്റാത്ത കരം എന്നെ നയിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ചുക്കാൻ എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് യാതൊന്നും വേണ്ട, ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്യാനുള്ള പ്രവണത ഉള്ളവനാണ്. ദൈവത്തിന് ഞാൻ പരിപൂർണമായി എൻ്റെ സ്വയവും ജഡവും മരിച്ചിട്ടില്ല. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ദൈവത്തിന് സ്തോത്രം, അതുകൊണ്ട് എന്ത് വേണമെന്നാണ് പൗലോസ് പറഞ്ഞു? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. പിന്നെ എൻ്റെ ജീവിതം എന്താണ്? ഞാൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ അത്യന്ത ശക്തി എൻ്റെ ജീവിതത്തിൻ്റെ അന്തരംഗത്തെ ഭരിക്കുന്നു. എൻ്റെ ജീവിതത്തിന് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് രാജാതി രാജാവായി കർത്താവായ യേശുക്രിസ്തു വാഴുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, തിന്മ ചെയ്യാനുള്ള ആഗ്രഹം എന്നിലുണ്ടെങ്കിലും ഈ നന്മ തിന്മയെ തോൽപ്പിച്ച് ജയമെടുക്കും. അങ്ങനെ ആത്മാവിൽ ഒരു ജഡീകനല്ല, ഒരാത്മീയനായിട്ട് ജീവിക്കാൻ, ജയാലയായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കും. രണ്ടാമത്, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ, തിന്മ ചെയ്യുന്ന ഞാൻ, രണ്ട് തരത്തിലുള്ള ഞാനുകൾ. മൂന്നാമത്തെ കാര്യം എന്താണ്? 2-ാം അധ്യായത്തിൻ്റെ 22, 23, 25 വാക്യവും. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ദൈവത്തിന്റെ ന്യായപ്രമാണം വായിച്ചു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. രണ്ടാമത്, ബുദ്ധിയുടെ പ്രമാണം. ദൈവത്തിന്റെ പ്രമാണവും ബുദ്ധിയുടെ പ്രമാണവും. 25 വായിച്ച്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. പാപത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ പ്രമാണം, പാപത്തിന്റെ പ്രമാണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രമാണം വചനമാണ്, അത് തത്വമാണ്. ദൈവത്തിന് സ്തോത്രം. അത് നീതിയായ പ്രമാണമാണ്. എന്നാൽ ദൈവമക്കളെ, അതിനെ ഖണ്ഡിക്കുന്ന, അതിനോട് വൈരുദ്ധ്യമുള്ള, അതിനെതിരായി നിൽക്കുന്ന ഒരു പ്രമാണം എന്നിൽ വളർന്നു വരുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? ബുദ്ധിയുടെ പ്രമാണം വചനപ്രകാരം നമ്മളെ വളരെ വ്യക്തമായി അറിയിക്കുന്നുണ്ട്. എന്താണ്? വചനപ്രകാരം ജീവിക്കണം, ദൈവം കാണുന്നുള്ള ബോധ്യത്തോടെ മുന്നോട്ട് പോകണം, തെറ്റായിരിക്കുന്നൊന്നും ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
ദൈവമക്കളെ, എന്നാൽ അതിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. അത് പാപത്തിൻ്റെ പ്രമാണമാണ്. ഹല്ലേലൂയ. വചനം എനിക്കിഷ്ടമാണ്, വചനം കേൾക്കുന്നത് താല്പര്യമാണ്, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നുണ്ട്, എനിക്ക് വലിയ താല്പര്യമാണ്. അത് കേൾക്കുമ്പോൾ തീരുമാനമെടുക്കാൻ തയ്യാറുള്ളവർ കൈവക്കാൻ പറയുമ്പോൾ ഞാൻ കൈവക്കി ഹല്ലേലൂയ പറയുന്നുണ്ട്. ദൈവത്തിന് തീരുമാനത്തോടെയാണ് പ്രാർത്ഥന ഹോൾ വിട്ട് ഇറങ്ങുന്നത്. വീട്ടിൽ വന്നു എല്ലാം ചോർന്നു പോകുന്നു. പണസംബന്ധമായ ഇടപാടുകൾ വരുന്നു. അല്പം ലാഭത്തിൻ്റെ വഴിയുണ്ട് എങ്കിൽ ഞാൻ സന്തോഷത്തോടെ അതിനകത്തേക്ക് വഴുതി വീഴുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം നല്ലതും ഇഷ്ടവും താല്പര്യവുമാണ്. എന്നാൽ അവയവങ്ങളിൽ പോരാടുന്നതായ മറ്റൊരു പ്രമാണമുണ്ട്. അത് പാപത്തിൻ്റെ പ്രമാണമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കേൾക്കുന്ന വചനത്തെ അതും പ്രകാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ? കോപിക്കരുതെന്ന് തീരുമാനിച്ചല്ലോ, നിലനിൽക്കാൻ പറ്റിയോ? നിരാശപ്പെടണ്ട, നിരാശപ്പെടണ്ട. ദൈവം നമുക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം വളരെ വൈരുദ്ധ്യത്തിൽ വലഞ്ഞ ഒരു മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായനാകുന്നു. ഒരു ദൈവം ജീവിക്കുന്നില്ലേ? നല്ലവനായിരിക്കുന്ന കർത്താവിനെ വിളിച്ചിറക്കിയില്ലേ? അവൻ വഴിയിലിട്ടിച്ച് പോകുന്നവനാണോ? സാത്താൻ സർവശക്തിയോടും പ്രവർത്തിക്കുന്നതായ അവൻ്റെ അധീനതയുള്ളതായ ലോകത്തിലല്ലേ ഒരു ജയജീവിതം നയിക്കാൻ വേണ്ടി കർത്താവിനെ വിളിച്ച് ആക്കിയിരിക്കുന്നത്. ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്താലുള്ള കളങ്കം പറ്റാതെ കാക്കണമെന്നല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. ദൈവത്തിന് സ്തോത്രം. കാൽവറിയിൽ കർത്താവായി യേശുക്രിസ്തു സാത്താൻ്റെ തല ചതച്ചില്ലേ? കർത്താവായി യേശുക്രിസ്തുവിന് പാപത്തിൻ്റെ മേൽ ജയം ആവശ്യമില്ല, അവൻ പാവമില്ലാത്ത പരിശുദ്ധനമാണ്. എന്നാൽ കർത്താവായി യേശുക്രിസ്തു കാൽവറിയിൽ ജയോത്സവം കൊണ്ടാടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൽവറിയിൽ ഒരുക്കിയതായ വിജയത്തിൻ്റെ ദൈവത്തിന് ആ മാധുര്യം എനിക്ക് രുചിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ക്രൂശിനെ നിങ്ങൾ കെട്ടിപ്പിടിക്കുക, ഒരു ജയജീവിതം സാധ്യമാണെന്ന് വിശ്വസിക്കുക, കർത്താവായ യേശുക്രിസ്തുവിന് അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. അതിന് സ്വർഗഭണ്ഡാരം തുറന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.